നമസ്കാരം. ഇത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. മോളിവുഡ് കണക്ട് എന്ന പേരായ ഒരു ഗ്രൂപ്പിൽ വന്നതാണ്. ഈ പോസ്റ്റിൻ്റെ മുതലാളിയുടെ പേര് എങ്ങും കണ്ടില്ല. ഒരു പിതാവില്ലാത്ത പോസ്റ്റ്, ഒരു പിതൃശൂന്യ പോസ്റ്റ്. ഞാനൊന്ന് വായിക്കാം. അത്ര നിഷ്കളങ്കമാണോ ഈ ഭജൻസ് എന്ന് ചോദിച്ചുകൊണ്ടാണ് ഈ പോസ്റ്റ് ആരംഭിക്കുന്നത്. ഭക്തിയെയും വിശ്വാസത്തെയും രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുന്ന തന്ത്രങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വ്യാപകമാണ്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അനൂപ് ജലോട്ടയുടെ ഭജൻസ് വഴി സ്ത്രീകളെ സ്വാധീനിച്ചാണ് ഈ രാഷ്ട്രീയത്തിന് അടിത്തറയിട്ടത്. വൈകുന്നേരങ്ങളിൽ നടക്കുന്ന ഇത്തരം ഭജനകളിൽ രാഷ്ട്രീയ ഭേദമില്ലാതെ സ്ത്രീകൾ പങ്കെടുക്കുമ്പോൾ അത് സംഘടിപ്പിക്കുന്നവർക്ക് വലിയ സ്വീകാര്യത ലഭിക്കുന്നു. സ്ത്രീകളെ തിരികെ കൊണ്ടുവരുവാൻ പോകുന്ന പുരുഷന്മാരും അറിയാതെ ഇതിൻ്റെ ഭാഗമായി മാറുന്നു. കർണാടകയിൽ ഓരോ 3 കിലോമീറ്ററിലും ഇത്തരം ഭജന കേന്ദ്രങ്ങൾ ഇപ്പോൾ കാണാൻ സാധിക്കും. കേരളത്തിലും ഈ രീതിയിലുള്ള അജണ്ടകൾ ഇപ്പോൾ നടപ്പിലാക്കുന്നുണ്ട്. ശബരിമല വിഷയത്തിൽ കണ്ടതും ഇതേ തന്ത്രമാണ്. ഭക്തിയുടെ മറവിൽ സ്ത്രീകളെ കൂടെ കൂട്ടുന്നത് രാഷ്ട്രീയ വളർച്ചയ്ക്കുള്ള എളുപ്പ വഴിയാണ്. ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കിടയിലും ധ്യാനങ്ങളുടെയും ആരാധനകളുടെയും പേരിൽ സമാനമായ നീക്കങ്ങൾ നടക്കുന്നുണ്ട്. വിവിധ സെലിബ്രിറ്റി ഭജന ഗ്രൂപ്പുകളെയും ആരാധക കൂട്ടായ്മകളെയും വെറും വിനോദമായി കാണരുത്. ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്ന ബുദ്ധി കേന്ദ്രങ്ങൾ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യം ഉള്ളവരാണ്. വാട്സാപ്പ് ഗ്രൂപ്പുകൾ, തീർത്ഥാടന യാത്രകൾ, രാഷ്ട്രീയം ഇല്ല എന്ന് അവകാശപ്പെടുന്ന പ്രാദേശിക ചാരിറ്റി ഗ്രൂപ്പുകൾ എന്നിവ വഴിയാണ് ഇന്ന് വർഗീയ ചിന്തകൾ പടർത്തുന്നത്. യോഗ, ധ്യാനം, ആത്മീയ പ്രഭാഷണങ്ങൾ എന്നിവയിലൂടെ ജനങ്ങളുടെ ജീവിതത്തിലേക്ക് മതം കലർത്തി വിടാനാണ് ഇവർ ശ്രമിക്കുന്നത്. ആസൂത്രിതമായ ഇത്തരം നീക്കങ്ങളെ നാം ജാഗ്രതയോടെ കാണണം. ഭക്തിയായും പാട്ടായും പുസ്തകമായും വരുന്ന ഇത്തരം മാറ്റങ്ങളെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമ്മുടെ സമൂഹം എളുപ്പത്തിൽ ഹൈജാക്ക് ചെയ്യപ്പെടും. ഇതായിരുന്നു ആ പോസ്റ്റ്. ഏതോ ഇടത് സുഡാപ്പി മനസ്സിലാണ് ഈ പോസ്റ്റ് ജനിച്ചത് എന്ന് വ്യക്തമാണ്. ക്രിസ്ത്യാനികളുടെ ധ്യാനത്തെക്കുറിച്ചും പോസ്റ്റ് മുതലാളി പറയുന്നുണ്ട്. കേരളത്തിൽ ഭജന സംഘങ്ങൾക്കും ഭജന ഗ്രൂപ്പുകൾക്കും വലിയ സ്വീകാര്യത ലഭിക്കുന്നത് ഇവിടെ ആരുടെയൊക്കെയോ ഉറക്കം കെടുത്തുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു പോസ്റ്റ്. ക്ഷേത്രങ്ങളിലും മറ്റ് സ്വകാര്യ ഇടങ്ങളിലും ഇപ്പോൾ അരങ്ങേറുന്ന ഈ ഭജനയും മറ്റു മതസ്ഥരെയോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളെയോ സംഘങ്ങളെയോ രാഷ്ട്രീയ പാർട്ടികളെയോ ഒരു തരത്തിലും ബാധിക്കുന്നില്ല എന്ന കാര്യം പോസ്റ്റ് മുതലാളിക്കും അറിയാഞ്ഞിട്ടല്ല. എന്നാൽ കേരളത്തിൻ്റെ മനസ്സിലേക്ക് ഒരു കുത്തിത്തിരിപ്പുമായി വരിക. അതുമാത്രമല്ല, ഈ പോസ്റ്റിൻ്റെ പിന്നിലെ അജണ്ട എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. വളരെ വ്യക്തമായ ഒരു വർഗീയ അജണ്ടയുടെ ഭാഗമാണ് ഈ പോസ്റ്റ്. അല്ലെങ്കിൽ ആർക്കും ഉപദ്രവമില്ലാത്ത നിർദോഷമായ ഈ ഭജനയ്ക്ക് നേരെ ഇപ്പോൾ സുഡാപ്പികൾ വടിവാളുമായി രംഗത്ത് വരുന്നത് എന്തിനാണ്? വളരെ വലിയ തോതിൽ യുവജനങ്ങളെ ഈ ഭജന സംഘങ്ങൾ ആകർഷിക്കുന്നു എന്നതുകൊണ്ട് തന്നെയാണ് ഈ കൂട്ടരെ ഇതെല്ലാം വിറളി പിടിപ്പിക്കുന്നത്. പണ്ടൊക്കെ അമ്മമാരും പ്രായമായവരും മാത്രം കേൾക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഭജനയിലേക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആകർഷിക്കപ്പെടുന്നത് യുവജനങ്ങളാണ് എന്നത് തന്നെയാണ് ഇവരുടെ ഉറക്കം കെടുത്തുന്നത്. ഇതെങ്ങാനും കൊണ്ട് ഹിന്ദുക്കളെല്ലാം ഒന്നായെങ്കിലോ എന്നൊരു പേടി ഇവിടുത്തെ ഇടത് സുഡാപ്പി ഗ്രൂപ്പുകൾക്കുണ്ട്. പ്രശാന്ത് വർമ്മയുടെ മാനസ ജപലഹരി എന്നു പേരുള്ള ഭജനയും ഇപ്പോൾ കേരളം മുഴുവൻ ഒരു ആഘോഷം പോലെ കൊണ്ടാടുന്ന നന്ദഗോവിന്ദം ഭജൻസും അവരൊക്കെ ഈ മാറ്റങ്ങൾക്ക്, ഈ സുഡാപ്പികളുടെ കലിപ്പിനും കാരണമായിട്ടുണ്ട്. നന്ദഗോവിന്ദം ഭജൻസിനും അവരുടെ ഭജനകൾക്കും കേരളത്തിൽ പ്രത്യേകിച്ചും യുവ തലമുറയ്ക്കിടയിൽ വലിയ സ്വീകാര്യത ലഭിക്കുന്നുണ്ട്. ശ്രദ്ധേയമായ ഒരു കാര്യമാണിത്. ഇതിനു പിന്നിൽ പല ഘടകങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അവ വിശദമായി നമുക്കൊന്ന് പരിശോധിക്കാം. മ്യൂസിക്കൽ ഇന്നൊവേഷൻ ആൻഡ് അപ്പീൽ. നന്ദഗോവിന്ദം ഭജൻസ് പരമ്പരാഗത ഭജന രീതികളെ ആധുനിക സംഗീത ഉപകരണങ്ങളും താളങ്ങളും ശൈലികളും സമന്വയിപ്പിച്ച് അവതരിപ്പിക്കുന്നു. അതുകൊണ്ടാവാം ഇത് യുവതലമുറയ്ക്ക് കൂടുതൽ ആകർഷകം ആകുന്നത്. കേൾക്കാൻ ഇമ്പമുള്ളതും ഊർജ്ജസ്വലവുമായ താളങ്ങളും ലളിതവും എന്നാൽ ഹൃദയസ്പർശിയുമായ ഈണങ്ങളും ആളുകളെ, പ്രത്യേകിച്ചും ചെറുപ്പക്കാരെ പെട്ടെന്ന് ആകർഷിക്കാൻ സഹായിക്കുന്നു. മറ്റൊന്ന് ഭക്തിയുടെ ആത്മാർത്ഥമായ ഒരു അനുഭവമാണ്. ഓഥൻറ്റിക് ഡിവോഷണൽ എക്സ്പീരിയൻസ്. ഭജനകളിൽ
ആത്മാർത്ഥതയും ഭക്തിയും നിറഞ്ഞു നിൽക്കുമ്പോൾ അത് കേൾക്കുന്നവരിലേക്ക് വേഗത്തിലെത്തുന്നു. നന്ദഗോവിന്ദം ഭജൻസ് ആഴത്തിലുള്ള ഭക്തിയും സമർപ്പണവും അവരുടെ അവതരണങ്ങളിൽ കൊണ്ടുവരുന്നു. ഇത് യുവജനങ്ങൾക്ക് ഒരുതരം ആത്മീയ ഉണർവ് നൽകും. വെറും പാട്ടുകൾ എന്നതിൽ ഉപരി ഒരു തരം ധ്യാനാനുഭവമായി ഈ ഭജനകളെ മാറ്റുവാൻ അവർക്ക് സാധിക്കുന്നു. മറ്റൊന്ന് സമൂഹവും കൂട്ടായ്മയുമാണ്. കമ്മ്യൂണിറ്റി ആൻഡ് ടുഗദർനെസ്. ആധുനിക ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ പലപ്പോഴും ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ചെറുപ്പക്കാർക്ക് ഒരുമിച്ച് ഭജനയിൽ പങ്കെടുക്കുന്നത് വലിയൊരു കൂട്ടായ്മയുടെയും സാമൂഹിക ബന്ധങ്ങളുടെയും അനുഭവം നൽകും. ഒരു പൊതു ലക്ഷ്യത്തിനായി ഒരുമിച്ച് ചേരുമ്പോൾ ലഭിക്കുന്ന സന്തോഷവും പരസ്പരം പങ്കുവയ്ക്കപ്പെടുന്ന ഊർജവും യുവജനങ്ങളെ ആകർഷിക്കുന്നു. ഇതൊരു നല്ല സൗഹൃദ വലയം ഉണ്ടാക്കുവാൻ സഹായിക്കുന്നു. മറ്റൊന്ന് മാനസിക സമാധാനവും പിരിമുറുക്കവും കുറയ്ക്കുന്നതാണ്. കടുത്ത മത്സരങ്ങളുടെയും സമ്മർദ്ദങ്ങളുടെയും ലോകത്താണ് ഇന്നത്തെ യുവജനങ്ങൾ ജീവിക്കുന്നത്. ഭജനകൾ മാനസിക പിരിമുറുക്കങ്ങളിൽ നിന്ന് ആശ്വാസം നൽകുവാനും അതേപോലെ മനസ്സിന് സമാധാനവും ഉന്മേഷവും നൽകുവാൻ സഹായിക്കുന്നു. ഭക്തിഗാനങ്ങൾ കേൾക്കുന്നതും പാടുന്നതും ഒരു തരം തെറാപ്പിയായി വർത്തിക്കുകയും മനസ്സിനെ അത് ശുദ്ധീകരിക്കുകയും ചെയ്യും. മറ്റൊന്ന് ഇവരുടെ ലളിതമായ അവതരണവും പ്രാപ്യതയുമാണ്. സിമ്പിൾ പ്രസൻറ്റേഷൻ ആൻഡ് ആക്സസിബിലിറ്റി. ചിലപ്പോൾ സങ്കീർണമായ ചടങ്ങുകളോ ആചാരങ്ങളോ ഇല്ലാതെ ആർക്കും എളുപ്പത്തിൽ പങ്കെടുക്കുവാൻ കഴിയുന്ന വിധത്തിൽ ഭജനകൾ അവതരിപ്പിക്കുന്നത് ഒരു പ്രധാന കാരണമാണ്. ഇവരുടെ മറ്റൊരു പ്രത്യേകത എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു സമീപനമാണ്, ഒരു ഇൻക്ലൂസീവ് അപ്രോച്ച്. ഇത് ചെറുപ്പക്കാർക്ക് കൂടുതൽ ഇഷ്ടമാകുന്നുണ്ട്. അതുപോലെ തന്നെയാണ് സാമൂഹിക മാധ്യമങ്ങളിലെ ഇവർക്ക് ലഭിക്കുന്ന പ്രചാരം. നമുക്കറിയാം, സോഷ്യൽ മീഡിയയിൽ യുവതലമുറ വളരെ സജീവമാണ്. നന്ദഗോവിന്ദം ഭജൻസ് അവരുടെ പരിപാടികളും ഗാനങ്ങളും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ഫലപ്രദമായി പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് വലിയൊരു വിഭാഗം ചെറുപ്പക്കാരിലേക്ക് എത്തുവാനും സ്വീകാര്യത നേടുവാനും അവരെ സഹായിക്കുന്നുണ്ട്. ലൈവ് സ്ട്രീമിംഗ്, ആകർഷകമായ വീഡിയോകൾ, ഇവയെല്ലാം ഇതിന് ഒരു കാരണമാണ്. മറ്റൊന്ന് സാംസ്കാരികവും ആത്മീയവുമായ ഒരു ഉണർവാണ്. കൾച്ചറൽ ആൻഡ് സ്പിരിച്വൽ എവേക്കനിങ് എന്ന് പറയാം. കേരളത്തിൽ പൊതുവെ ഒരു സാംസ്കാരികവും ആത്മീയവുമായ ഉണർവ് ദൃശ്യമാണ്. യുവതലമുറ തങ്ങളുടെ വേരുകളിലേക്കും പാരമ്പര്യങ്ങളിലേക്കും കൂടുതൽ താല്പര്യം കാണിക്കുന്നതിൻ്റെ ഒരു ഭാഗമായി നമുക്കിതിനെ കാണാം. ആത്മീയമായ അന്വേഷണങ്ങൾക്കും ജീവിതത്തിന് ഒരു ലക്ഷ്യം കണ്ടെത്തുവാനുള്ള ആഗ്രഹങ്ങൾക്കും ഭജനകൾ ഒരു ഉത്തരം നൽകിയേക്കാം. ഈ കാരണങ്ങളെല്ലാം ചേർന്ന് നന്ദഗോവിന്ദ ഭജൻസിന് കേരളത്തിൽ പ്രത്യേകിച്ചും ചെറുപ്പക്കാർക്കിടയിൽ വളരെയധികം സ്വീകാര്യത നേടിക്കൊടുക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. പരമ്പരാഗത ഭക്തിമാർഗങ്ങളെ ആധുനിക കാലഘട്ടത്തിന് അനുയോജ്യമായ രീതിയിൽ അവതരിപ്പിക്കുന്നതിനുള്ള അവരുടെ കഴിവിനെയും യുവജനങ്ങളുടെ ആത്മീയവും അതുപോലെ തന്നെ സാമൂഹികവുമായ ആവശ്യങ്ങളെ തിരിച്ചറിഞ്ഞതിനെയും ഇത് സൂചിപ്പിക്കുന്നു. ഈ സുഡാപ്പി പോസ്റ്റിൻ്റെ ഒടുക്കം പറയുന്നൊരു കാര്യമുണ്ട്. വാട്സാപ്പ് ഗ്രൂപ്പുകൾ, തീർത്ഥാടന യാത്രകൾ, രാഷ്ട്രീയം ഇല്ല എന്ന് അവകാശപ്പെടുന്ന പ്രാദേശിക ചാരിറ്റി ഗ്രൂപ്പുകൾ എന്നിവ വഴിയാണ് ഇന്ന് വർഗീയ ചിന്തകൾ പടർത്തുന്നത് എന്ന്. ഭക്തിയായും പാട്ടായും പുസ്തകമായും വരുന്ന ഇത്തരം മാറ്റങ്ങളെ തിരിച്ചറിഞ്ഞില്ല എങ്കിൽ നമ്മുടെ സമൂഹം എളുപ്പത്തിൽ ഹൈജാക്ക് ചെയ്യപ്പെടും. ഇതാണത് പറഞ്ഞിരിക്കുന്നത്. എങ്ങോട്ട് ഹൈജാക്ക് ചെയ്യപ്പെടും? ആര് ഹൈജാക്ക് ചെയ്യും? പറയണം പോസ്റ്റ് മുതലാളി. കഞ്ചാവടിച്ച് കുടിച്ച കള്ളിൻ്റെയും വലിച്ച കഞ്ചാവിൻ്റെയും കണക്ക് പറയുന്ന കേരളത്തിൻ്റെ ചില മഹാകവികളുടെ പാട്ടിൻ്റെ ലൈനിൽ വേണോ ഇനി കേരള സമൂഹം നീങ്ങാൻ? എന്താണ് ഈ പോസ്റ്റ് മുതലാളി ഉദ്ദേശിച്ചത്? ഹിന്ദുക്കളെ അങ്ങനെ അങ്ങ് ഹൈജാക്ക് ചെയ്താൽ പോസ്റ്റ് മുതലാളിക്ക് എന്താണ് നഷ്ടം? എന്താണ് കുഴപ്പം? ഞങ്ങളെ അങ്ങനെ ഹൈജാക്ക് ചെയ്യുന്നതിന് ഞങ്ങൾക്കൊരു വിരോധവുമില്ല മുതലാളി. ഞങ്ങൾക്ക് അതാണ് ഇഷ്ടം. എന്തേ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എൻ്റെ ഈ നാട്ടിലെ ഹിന്ദുക്കൾക്ക് വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ ഇതൊന്നും ഞങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാൻ പാടില്ലേ? ഞങ്ങൾക്ക് തീർത്ഥാടന യാത്രകൾ പോകാൻ പാടില്ലേ? അങ്ങനെ പോയാൽ അതെങ്ങനെ വർഗീയത അല്ലെങ്കിൽ വർഗീയ ചിന്തകൾ പടർത്തുന്നതാകുമെന്നൊന്ന് പറയാമോ? സുഡാപ്പി പോസ്റ്റ് മുതലാളിയുടെ ഈ ചിന്തകൾ തന്നെയാണ് ഉഗ്രൻ വർഗീയത. ഇതിലും വലിയ വർഗീയത വേറെ ഉണ്ടോ? ചുരുക്കി പറഞ്ഞാൽ ഇന്നാട്ടിലെ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ഭജന പാടില്ല, തീർത്ഥയാത്ര പാടില്ല, ധ്യാനം പാടില്ല, എന്നാൽ പിന്നെ അമ്പലത്തിലും പള്ളിയിലും ഒന്നും പോകരുത് എന്നുകൂടി പറയാമായിരുന്നില്ലേ? മതേതരത്വം കേരളത്തിൽ ഇങ്ങനെ പൂത്തുലഞ്ഞ് നിൽക്കുന്നത് ഇടത് വലത് പാർട്ടികളൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ? നാളെ അമ്പലത്തിലും പള്ളിയിലും പോകാൻ ജിഹാദികളുടെയും സുഡാപ്പികളുടെയും അനുവാദം കൂടി നമ്മൾ വാങ്ങേണ്ടി വരുമോ എന്തോ. അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പാടാനറിയാവുന്ന എല്ലാവരും നിങ്ങളുടെ സ്ഥലങ്ങളിൽ ഒരുമിച്ച് കൂടി ചെറുതെങ്കിലും ഓരോ ഭജന സംഘങ്ങൾ ഉണ്ടാക്കണം. അടുത്തുള്ള അമ്പലങ്ങളിലും ക്ഷേത്രങ്ങളിലും എവിടെയൊക്കെ പാടാവോ അവിടെയൊക്കെ നമുക്ക് പാടാം.
അങ്ങനെ സുഡാപ്പികളുടെ കുരു ഇനിയും കൂടുതൽ കൂടുതൽ പൊട്ടട്ടെ. അതുപോലെ എവിടെയൊക്കെ ഇങ്ങനെ ഭജനയുണ്ടോ അതെല്ലാം കേൾക്കുവാൻ എല്ലാവരും യാതൊരു ഉപേക്ഷയും വിചാരിക്കാതെ അവിടങ്ങളിൽ എത്തണം. അങ്ങനെ കൂടുതൽ കൂടുതൽ കുരുക്കൾ വീണ്ടും പൊട്ടട്ടെ. അതാണ് നമുക്ക് ഇവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല മറുപടി. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ പോസ്റ്റിട്ട സുഡു മുതലാളി ഭജൻ ക്ലബിംഗ് എന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ടാകാൻ വഴിയില്ല. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരോ അല്ലെങ്കിൽ ലോകത്ത് നടക്കുന്നതൊന്നും അറിയാതെ ജീവിക്കുന്നവരല്ലാത്തവരോ ആണെങ്കിൽ നിങ്ങൾ ഭജൻ ക്ലബിങ്ങിനെ കുറിച്ച് തീർച്ചയായും കേട്ടിട്ടുണ്ടാകും. ഒരു പുതിയതും വ്യത്യസ്തവുമായ ഒരു പ്രവണതയോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലെ ഒരു താത്കാലിക ട്രെൻഡായോ ആരംഭിച്ച ഈ ഭജൻ ക്ലബിംഗ് ഇപ്പോൾ നഗരങ്ങളിലെ ഇന്ത്യയുടെ പുതിയൊരു സാംസ്കാരിക ഭാഷയായി അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഭക്തിഗാനങ്ങൾ തത്സമയ സംഗീത കച്ചേരികളുടെ വ്യാപ്തിയും ശബ്ദവും ഊർജ്ജസ്വലതയുമായി ഒരുമിച്ച് ചേരുന്നു. ഇത് വല്ലതും സുഡുമുതലാളിക്ക് അറിയാമോ? ഇടിമുഴങ്ങുന്ന ഡ്രംസ്, ഇലക്ട്രിക് ഗിറ്റാറുകൾ, വർണ്ണദീപങ്ങൾ, മന്ത്രങ്ങൾ ഉരുവിടുന്ന ജനക്കൂട്ടം, ഇവയെല്ലാം ഇവിടെയുണ്ട്. എന്നാൽ ഒരിറ്റ് മദ്യം പോലും നിങ്ങളുടെ ദൃഷ്ടിയിൽ പതിയുകയില്ല. കോക്ടെയിലുകൾക്ക് പകരം ചായ ഉണ്ട്. DJ-മാർക്ക് പകരം ഭജനകളാണ്. ഒളിച്ചോട്ടത്തിന് പകരം ഇവിടെ ഒരുമിച്ചുള്ള വൈകാരിക അനുഭവമാണ്. ഡൽഹി, മുംബൈ, ബംഗളൂരു, കൊൽക്കത്ത തുടങ്ങിയ നഗരങ്ങളിലെല്ലാം ഭജൻ ക്ലബിംഗ് രാത്രികൾക്ക് വേരുകൾ ഉള്ളതും അതേസമയം പ്രസക്തവുമായ എന്തോ ഒന്ന് തേടുന്ന യുവ പ്രേക്ഷകരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഭജൻ ക്ലബിംഗ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പരമ്പരാഗത ഭജന സമ്പ്രദായങ്ങളെ ആധുനിക സംഗീതത്തിൻ്റെയും ക്ലബ് സംസ്കാരത്തിൻ്റെയും ഊർജ്ജസ്വലതയും അവതരണ രീതികളും സമന്വയിപ്പിച്ച് അവതരിപ്പിക്കുന്ന ഒരു നവീകരണ രീതിയാണ്. ഇതിനെ നമുക്ക് ഭക്തിയും ആധുനികതയും സമ്മേളിക്കുന്ന ഒരു അനുഭവം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. സാധാരണയായി ഭജനകൾ ശാന്തവും ഭക്തിനിർഭരവുമായ അന്തരീക്ഷത്തിൽ ലളിതമായ വാദ്യോപകരണങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് നടക്കാറുള്ളത്. എന്നാൽ ഭജൻ ക്ലബിങ്ങിൽ അതിൽ നിന്നും വ്യത്യസ്തമായി ചില പ്രത്യേകതകൾ ഉൾക്കൊള്ളുന്നു. ശാന്തമായ ധ്യാനത്തിന് പകരം ഇത് കൂടുതൽ ഉന്മേഷകരവും ആനന്ദകരവുമാണ്. ആളുകൾ പാടുകയും താളത്തിനൊത്ത് നൃത്തം ചെയ്യുകയും ഊർജ്ജസ്വലമായി ഇടപെടുകയും ചെയ്യുന്നു. ഇവിടെ ലൈറ്റിംഗ്, അതുപോലെ സൗണ്ട് സിസ്റ്റം തുടങ്ങിയ ക്ലബ്ബുകളിലെ പ്രതീതി ഉണർത്തുന്ന സംവിധാനങ്ങൾ ഇവിടെ ഉപയോഗിക്കുന്നു. ഇതൊരു വലിയ സാമൂഹിക ഒത്തുചേരലാണ്. പങ്കെടുക്കുന്നവർക്ക് ഒരുമിച്ച് പാടുവാനും നൃത്തം ചെയ്യുവാനും സന്തോഷം പങ്കുവയ്ക്കുവാനും അവിടെ അവസരം ലഭിക്കുന്നു. സമാന ചിന്താഗതിക്കാരായ ആളുകളുമായി ബന്ധപ്പെടുവാനും സൗഹൃദങ്ങൾ സ്ഥാപിക്കുവാനും ഇത് സഹായിക്കുന്നു. പരമ്പരാഗത ഭജനകളോട് താല്പര്യം കുറഞ്ഞേക്കാവുന്ന യുവതലമുറയെ ആകർഷിക്കുക എന്നതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന്. കേശവം ഒരു ഡിവോഷണൽ റോക്ക് ബാൻഡാണ്. പരമ്പരാഗത ഭജനകളെ ആധുനിക റോക്ക് സംഗീത ഘടകങ്ങളുമായി സമന്വയിപ്പിച്ച് കൃഷ്ണഭക്തിയെയും ഹൈന്ദവ ഭക്തി തീമുകളെയും കേന്ദ്രീകരിച്ചാണ് ഇവരുടെ സംഗീതം. ലവിഷ് ശീതൽ, പ്രകൃതി ശർമ്മ അറോറ എന്നിവരാണ് ബാൻഡിൻ്റെ പ്രധാന ഗായകർ. 2 വർഷം മുമ്പാണ് ഈ ബാൻഡ് ആരംഭിച്ചത്. ഭക്തിഗാനങ്ങൾ പുതിയതൊന്നുമല്ലെങ്കിൽ പോലും കേശവത്തിനെ വ്യത്യസ്തമാക്കുന്നത് അതിൻ്റെ വ്യാപ്തിയും അതിൻ്റെ സ്കെയില് അതുപോലെ അതിൻ്റെ ഇൻറ്റൻറ്റ് ഉദ്ദേശവുമാണ്. ഇവിടെ ഭജനകളെ സൗമ്യമാക്കുകയോ അതിൻ്റെ ഗൗരവം കുറയ്ക്കുകയോ ചെയ്യുന്നില്ല. മറിച്ച് മുഖ്യധാരാ സംഗീത കച്ചേരികൾക്ക് ലഭിക്കുന്ന അതേ ഗൗരവത്തോടെ അവയെ കൂടുതൽ ഉച്ചത്തിൽ കേൾപ്പിക്കുകയും മികച്ച രീതിയിൽ അരങ്ങിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്നു. ഇത്തരം ഭജന ക്ലബിങ്ങുകൾ ഒരുതരം എക്സ്റ്റാറ്റിക് അനുഭവത്തിലേക്ക് ആളുകളെ എത്തിക്കുവാൻ സഹായിച്ചേക്കാം. സംഗീതത്തിലൂടെയും നൃത്തത്തിലൂടെയും ലഭിക്കുന്ന ഈ മാനസിക ഉല്ലാസം മാനസിക പിരിമുറക്കങ്ങളെ കുറയ്ക്കുവാനും സന്തോഷം നൽകുവാനും സഹായിക്കുന്നു. നന്ദഗോവിന്ദം പോലെയുള്ള ഭജന സംഘങ്ങൾ ഈ ഭജൻ ക്ലബിംഗ് ശൈലിയുടെ വക്താക്കളാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടായിരിക്കാം അവരുടെ ഭജനകൾക്ക് ഇത്രയധികം ചെറുപ്പക്കാരെ ആകർഷിക്കുവാൻ സാധിക്കുന്നത്. അവർ ഭക്തിയുടെ കാതൽ നിലനിർത്തുകയും അതേസമയം ആധുനികമായ ഒരു അവതരണ ശൈലിയിലൂടെ അതിനെ കൂടുതൽ പേരിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. ഇത് പരമ്പരാഗത ആത്മീയ അനുഭവത്തെ സമകാലികമായ ഒരു സാമൂഹിക സംഗീത അനുഭവമാക്കി മാറ്റുന്നു. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നമസ്കാരം.